നമസ്കാരം. പ്രധാന വാർത്തകൾ. കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയിൽ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസിലെ EK ഷഫീഖാണ് CPMനൊപ്പം നിന്നത്. UDF RSS കൂട്ടുകെട്ടിനെതിരെ നടത്തിയ പോരാട്ടമെന്ന CPM. സാമ്പത്തിക സ്വാധീനത്താലാണ് അവിശ്വാസം വിജയിച്ചതെന്ന് UDF. അട്ടപ്പാടിയിൽ യുവതിയും സുഹൃത്തും കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. കൊല്ലപ്പെട്ട മല്ലിയുടെ ഭർത്താവ് നന്ദനാണ് മണ്ണാർക്കാട് പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് മുൻഗണന നൽകുന്നതിനെതിരെ ചെർപ്പശ്ശേരി നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷം. എല്ലാ പരാതികളും ഒരേപോലെ പരിഗണിക്കണമെന്ന് കൗൺസിലർമാർ. നഗര നവീകരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ആവശ്യം. വാട്സാപ്പ് വഴി പരിചയപ്പെട്ട് വീട്ടമ്മയെ ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും നടത്തിയ യുവാവ് പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ. പട്ടാമ്പി ആമയൂർ സ്വദേശി മുഹമ്മദ് യാസിമാണ് അറസ്റ്റിലായത്. വയോധികയുടെ കണ്ണിൽ മുളക് പൊടിയെറിഞ്ഞ് മാല കവർന്ന കേസിൽ 38-കാരി ഒറ്റപ്പാലത്ത് അറസ്റ്റ്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ നേരിടുന്ന ദുരിതം. NCP കുത്തിയിരിപ്പ് സമരം നടത്തി. നഗരസഭയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനെയും കോടതിയെയും സമീപിക്കുമെന്ന് നേതാക്കൾ. സർക്കാരിൻ്റേത് വ്യാപാരികളെ ദ്രോഹിക്കുന്ന നയമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഫെബ്രുവരി 2-ന് പാലക്കാട്ടും പട്ടാമ്പിയിലും സ്വീകരണം നൽകും. വിശദമായ വാർത്തകളിലേക്ക്. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ UDFന് ഭരണം നഷ്ടമായി. പ്രസിഡന്റ് MC അബ്ദുൾ അസീസിനെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസ് അംഗം EK ഷഫീഖിന്റെ പിന്തുണയിൽ 7-നെതിരെ 9 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. ഏക BJP അംഗം വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. UDF ഭരിച്ചിരുന്ന കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ വികസന മുരടിപ്പുൾപ്പെടെ ആരോപിച്ചായിരുന്നു പ്രസിഡന്റ് MC അബ്ദുൾ അസീസിനെതിരെ CPM അംഗങ്ങൾ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകിയത്. 17 വാർഡുകളുള്ള പഞ്ചായത്തിൽ UDFനും LDFനും 8 അംഗങ്ങൾ വീതമാണുള്ളത്. കഴിഞ്ഞ തവണ UDF കൊണ്ടുവന്ന അവിശ്വാസത്തെ തുടർന്ന് നറുക്കെടുപ്പിലൂടെയാണ് MC അബ്ദുൾ അസീസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പ്രസിഡന്റിനെതിരെ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന്മേൽ ബുധനാഴ്ച നടന്ന വോട്ടെടുപ്പിൽ കോൺഗ്രസ് അംഗം EK ഷഫീഖ് പിന്തുണച്ചതോടെ 7-നെതിരെ 9 വോട്ടുകൾക്ക് അവിശ്വാസം പാസായി. ഏക BJP അംഗം വോട്ടെടുപ്പിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നു. കൊപ്പത്തെ UDF RSS അവിശുദ്ധ കൂട്ടുകെട്ടിനെതിരെയാണ് CPM അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്ന് മുൻ പ്രസിഡന്റ് T ഉണ്ണികൃഷ്ണൻ പറഞ്ഞു. കഴിഞ്ഞ 20 മാസമായിട്ട് ഈ കൊപ്പം പഞ്ചായത്തിലെ നേരത്തെയൊക്കെ സൂചിപ്പിച്ച പോലെ RSSുമായിട്ട് RSSന് വിടുപടി ചെയ്യുന്ന ഒരു ഭരണവുമായിട്ടാണ് പ്രസിഡന്റ് മുന്നോട്ട് പോയിരുന്നത്. ഇത് പല ഘട്ടങ്ങളിൽ ഞങ്ങൾ ഇത് അവസാനിപ്പിക്കണമെന്ന് പല ഘട്ടങ്ങളിൽ ആവശ്യപ്പെട്ടിട്ടും അത് കൂടുതൽ ദൃഢപ്പെടുത്തി പോവുകയാണ്. ഇത് കൊപ്പത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ നിരാശ ഉണ്ടാക്കുന്ന സ്ഥിതിയാണ്. ഇത് വലിയ ആപത്തുണ്ടാക്കും. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ ഒരു ഇതിൻ്റെ പിന്തുണയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയം ഈ ഏകാധിപത്യ നിലപാടിനെതിരെ അതുപോലെ തന്നെ ഈ വികസന വിരുദ്ധ നിലപാടുകൾക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ അവിശ്വാസം തുടർന്നത്. അത് നല്ല പിന്തുണ ആ കാര്യത്തിൽ കിട്ടി. ഇവിടെ 20 മാസമായിട്ട് ഒരു വികസനവും നടക്കുന്നില്ല. അത് ഞങ്ങൾ തുറന്നു കാണിച്ചുകൊണ്ടാണ് ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചത്. കോൺഗ്രസിലെ ചില മെമ്പർമാരുടെ BJP കൂട്ടുകെട്ടാണ് തന്നെ മനം മാറ്റത്തിന് പ്രേരിപ്പിച്ചതെന്ന് കൂറുമാറിയ ഷഫീഖ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഞാൻ ഇതുവരെ വിശ്വസിച്ചു വന്ന മുന്നണിയിലെ അതേ ആദർശങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അതിന് വിപരീതമായിട്ട് പഞ്ചായത്തിലെ ചില മുന്നണിയിലെ ചില നേതാക്കന്മാരുടെ, മുഴുവനായിട്ട് ഞാൻ കുറ്റപ്പെടുത്തില്ല, ചില നേതാക്കന്മാരുടെ സാമ്പത്തിക നേട്ടത്തിനും അതുപോലെ തന്നെ വ്യക്തി താല്പര്യങ്ങൾക്കും വേണ്ടി പഞ്ചായത്തിൻ്റെ ഭരണം ദുർവിനിയോഗപ്പെടുത്തുക, അതുപോലെ ഇവിടെ ഉന്നയിച്ച പോലെ തന്നെ അവിശുദ്ധ കൂട്ടുകെട്ട്, BJPയുമായിട്ടുള്ളൊരു അവിശുദ്ധ കൂട്ടുകെട്ട് പല തവണ നമ്മളതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലും അത് ഓരോ വിഷയം വരുമ്പോഴും അതിൻ്റെ മുൻഗണന ഈ BJPയുടെ മെമ്പർക്ക് ഓരോ കാര്യങ്ങളിലും നമ്മൾ അനുഭവപ്പെട്ടതാണ്. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ തികച്ചും ഒരു പരിഹാസപരമായിട്ടും അതുപോലെ തന്നെ പല മീറ്റിങ്ങുകളിൽ നിന്നൊക്കെ ഇറക്കി വിടുന്ന രൂപത്തിൽ വരെ നമ്മൾ അവഗണിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയാവും എന്നുള്ള മട്ടിൽ വീണ്ടും ഇതേ സംഗതികൾ തന്നെ ആവർത്തിക്കുമ്പോൾ എനിക്കെൻ്റെ വ്യക്തമായൊരു നിലപാട് എടുക്കേണ്ടി വന്നു. അത് ഈ കൊപ്പത്തെ പൊതുസമൂഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു നിലപാടാണ്. BJPയുമായിട്ടുള്ളൊരു സഖ്യത്തിനും ഞാൻ കൂട്ടുവെച്ചു. അവിശ്വാസം പാസായതിൽ CPM ആഹ്ലാദ പ്രകടനവും നടത്തി.
അതേസമയം കൂറുമാറിയ 4-ാം വാർഡ് കോൺഗ്രസ് അംഗം EK ഷഫീഖിനെതിരെ വലിയ പ്രതിഷേധം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. സാമ്പത്തിക സ്വാധീനത്താലാണ് അവിശ്വാസത്തിൽ CPM വിജയിച്ചതെന്നും വരും നാളുകളിൽ ജനങ്ങൾക്ക് ഇത് ബോധ്യമാകുമെന്നുമായിരുന്നു UDF നേതാക്കളുടെ പ്രതികരണം. ഇന്ത്യ രാജ്യത്ത് RSS നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒരു രാഷ്ട്രീയ വർക്കാണ് കൊപ്പം പഞ്ചായത്തിൽ CPM നടത്തിയത്. ലീഗിൻ്റെയും UDFിൻ്റെയും മേലിൽ BJP ബന്ധവും RSS ബന്ധവും ആരോപിക്കുക, എന്നിട്ട് RSSും BJPയും ചെയ്യുന്ന പണികൾ കൃത്യമായിട്ട് ചെയ്യുക. ഒരു ജനാധിപത്യ രീതിയിൽ വിജയിച്ചു വന്ന ഒരു പാർട്ടിയുടെ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന മെമ്പറെ അവിടെ നിന്ന് കൊണ്ടുപോയി ദിവസങ്ങളോളം ആഴ്ചകളോളം അവരുടെ തടവറയിൽ പാർപ്പിക്കുകയും അദ്ദേഹം ഒരു കാരണവശാലും അങ്ങനെ പെട്ടെന്നൊന്നും വഴിപ്പെടുന്ന ഒരു തരക്കാരനല്ല എന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ബോധ്യം ഉണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് വഴിപ്പെടാൻ തക്ക തരത്തിൽ അദ്ദേഹത്തിൻ്റെ നമുക്കറിയാം, അദ്ദേഹത്തിന് ഒരു പ്രശ്നമുണ്ട്. സാമ്പത്തികമായിട്ട് വലിയ ദുർവ്യയം ഉള്ള ഒരാളാണ്. അത് ഏത് മാർഗത്തിലാണ് എന്ന് പല സംശയങ്ങളും നാട്ടുകാർ പറയുന്നുണ്ട്. അതൊക്കെ ശരിപ്പെടുത്തുന്ന അല്ലെങ്കിൽ ശരിവെക്കുന്ന തരത്തിലുള്ള ചില സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഉണ്ടായിട്ടുള്ളത്. ഇതിൻ്റെ തെളിവുകളും CPMൻ്റെ പക്കലാണ് ഉള്ളത് എന്നാണ് അറിയാൻ വേണ്ടി കഴിയുന്നത്. അവരുടെ പക്കലുള്ള തെളിവുകൾ ഉയർത്തി കൃത്യമായ ബ്ലാക്ക് മെയിലിംഗ് നടത്തി പണം കൊടുത്ത് ഈ ഹണി ട്രാപ്പ് ഉൾപ്പെടെയുള്ള ബ്ലാക്ക് മെയിലിംഗ് നടത്തിയിട്ടാണ് ഇദ്ദേഹത്തെ CPM അവർക്ക് അനുകൂലമായ വോട്ട് നൽകുന്ന കാര്യത്തിൽ വേണ്ടി ഉപയോഗപ്പെടുത്തിയത് എന്നാണ്. അട്ടപ്പാടിയിൽ യുവതിയും സുഹൃത്തും കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. കള്ളമല താഴെയൂരിലെ മല്ലി, സുഹൃത്ത് സുരേഷ് എന്നിവർ കൊല്ലപ്പെട്ട കേസിലാണ് മല്ലിയുടെ ഭർത്താവ് നഞ്ചന് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. 2017 നവംബർ 27 രാത്രിയാണ് മല്ലിയെയും സുഹൃത്ത് സുരേഷിനെയും പണിതീരാത്ത വീടിൻ്റെ ടെറസിൽ തലക്കടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തേപ്പ് പണിക്കാരനായ സുരേഷിൻ്റെ സഹായിയായിരുന്നു മല്ലി. ഇവർ തമ്മിൽ അവിഹിത ബന്ധം ഉണ്ടെന്ന സംശയമാണ് കൊലപാതകത്തിനു കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. കോൺക്രീറ്റ് വാർക്കാൻ ഉപയോഗിക്കുന്ന മുട്ടുകൊടുക്കുന്ന മുള കൊണ്ടാണ് ഇരുവരെയും തലക്കടിച്ച് കൊലപ്പെടുത്തിയത്. കൃത്യം നടത്തിയ ശേഷം സുരേഷിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന 26,000 രൂപയുമായി നഞ്ചൻ ചായക്കടയിലെത്തുകയും അവിടെ കൊടുക്കാനുള്ള കുടിശ്ശിക തീർക്കുകയും ചെയ്തു. രക്തം പുരണ്ട നോട്ടുകളും നഞ്ചൻ്റെ വസ്ത്രത്തിലെ രക്തപ്പാടുകളും കണ്ട് സംശയം തോന്നിയ കടക്കാരൻ പണം വാങ്ങിവെച്ചു. കസ്റ്റഡിയിലെടുത്ത നഞ്ചൻ്റെ കുറ്റസമ്മത മൊഴിയും സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളുമാണ് കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. 59 സാക്ഷികളെ വിസ്തരിച്ചു. നോട്ടിലെ രക്തത്തിൻ്റെ അംശവും കൊലപ്പെട്ടവരുടെ രക്തവും ഒന്നാണെന്ന് ശാസ്ത്രീയ പരിശോധനയിൽ വ്യക്തമായി. കൊലപാതകത്തിനുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 32-ാം വകുപ്പ് നിലനിൽക്കില്ലെന്ന് കോടതി വ്യക്തമാക്കി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ IPC 304 വകുപ്പനുസരിച്ച് ജീവപര്യന്തം കഠിന തടവും 1 ലക്ഷം രൂപയുമാണ് മണ്ണാർക്കാട് പട്ടികജാതി പട്ടികവർഗ പ്രത്യേക കോടതി ജഡ്ജി ജോമോൻ ജോൺ ശിക്ഷ വിധിച്ചത്. കൊലപ്പെട്ട സുരേഷിൻ്റെ പോക്കറ്റിൽ നിന്ന് പണം അപഹരിച്ചതിന് 3 വർഷം കഠിന തടവും കോടതി വിധിച്ചു. അപഹരിച്ച തുക സുരേഷിൻ്റെ ഭാര്യയ്ക്ക് നൽകാനും വിധിയിൽ പറയുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ P. ജയൻ, അഡ്വക്കേറ്റ് K. ദീപ എന്നിവർ ഹാജരായി. ഈ മരണപ്പെട്ട മല്ലികയും ഈ സുരേഷും തമ്മിൽ അവിഹിത ബന്ധമുണ്ടെന്ന് ഭർത്താവ് മനസ്സിലാക്കുകയും ഭർത്താവ് ഈ കാര്യത്തിൽ പ്രകോപിതനായി പല സമയങ്ങളിലും ഇവരെ ഒരു ദിവസം ഞാൻ വകവരുത്തും എന്നെല്ലാം നാട്ടുകാരോട് പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. തുടർന്ന് 27/11/2017 രാത്രി സുരേഷും മല്ലികയും ഒരു പണി തീരാത്ത വീടിൻ്റെ മുകളിൽ കിടന്നുറങ്ങുമ്പോൾ രാത്രിയോടെ കിടന്നുറങ്ങുമ്പോൾ ഈ നഞ്ചൻ രണ്ടുപേരെയും കൊലപ്പെടുത്തി സുരേഷിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്ന 26,000 രൂപ കവർച്ച ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ഈ കേസിൽ പൂർണ്ണമായും കേസ് തെളിയിക്കാൻ സാധ്യമായത് ശാസ്ത്രീയ തെളിവായ ഈ മരണപ്പെട്ട സുരേഷിൻ്റെയും ഈ മല്ലികയുടെയും രക്തം നഞ്ചൻ എന്ന പ്രതിയുടെ ദേഹത്തുള്ള രക്തത്തിനോട് സാമ്യമായി എന്നും ഉള്ള സംഗതിയും അതുപോലെ തന്നെ ഈ പ്രതി നഞ്ചൻ്റെ നെയിൽ ക്ലിപ്പിംഗ്സിൽ
ഉണ്ടായിരുന്ന ടിഷ്യൂസ്, മരണപ്പെട്ട ഈ മല്ലികയുടെയും അതുപോലെ തന്നെ സുരേഷിൻ്റെയും കഴുത്തിൻ്റെ ഭാഗത്ത് നിന്ന് എടുത്ത ടിഷ്യൂസ് പോലുള്ള സാമ്യമുള്ളതാണെന്നും ശാസ്ത്രീയമായി DNA പ്രൊഫൈലിങ്ങിൽ തെളിയിക്കാൻ കഴിഞ്ഞു. അത് റീജിയണൽ ഫോറൻസിക്സ് ലബോറട്ടറിയിൽ നിന്നുള്ള റിപ്പോർട്ട് വരികയുണ്ടായി. മാത്രമല്ല ഇത്തരത്തിലൊരു മോട്ടീവ്, നഞ്ചൻ ഇവരെ കൊലപ്പെടുത്തണം എന്നൊരു ഉദ്ദേശം അല്ലെങ്കിൽ ഒരു പ്രീ മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിയിക്കുന്നതിനായി മറ്റ് സാക്ഷികളെ വിചാരണ ചെയ്തു. ഇതെല്ലാം വിചാരണ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രതി നഞ്ചന് 304(1) IPC പ്രകാരം ജീവപര്യന്തം തടവിനും അതുപോലെ തന്നെ 379 IPC പ്രകാരം 3 കൊല്ലം തടവിനും 1 ലക്ഷം പിഴയടയ്ക്കാനും കോടതി വിധിച്ചു. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് മുൻഗണന നൽകുന്നതിനെതിരെ ചെർപ്പളശ്ശേരി നഗരസഭാ കൗൺസിലിൽ ആക്ഷേപം. ജനങ്ങൾ കാലങ്ങളായി വാർഡ് സഭകളിലും നഗരസഭയിലും നേരിട്ട് നൽകിയ പരാതികൾ പരിഹരിക്കാതെ നിലനിൽക്കുമ്പോൾ നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് മുൻഗണന നൽകുന്നത് ശരിയായ നടപടിയല്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ പറഞ്ഞു. നഗരത്തിലെ വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രിക്കാനും കൗൺസിലിൽ തീരുമാനിച്ചു. നവകേരള സദസ്സിൽ ചെർപ്പളശ്ശേരി നഗരസഭയുമായി ലഭിച്ച അപേക്ഷകളിന്മേൽ അടിയന്തര നടപടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട അജണ്ടയിന്മേൽ നടന്ന ചർച്ചയിലാണ് പ്രതിപക്ഷ കൗൺസിലർമാർ ആക്ഷേപമുന്നയിച്ചത്. കാലങ്ങളായി ജനങ്ങൾ വാർഡ് സഭകളിൽ അപേക്ഷ സമർപ്പിച്ച് നിരവധി തവണ നഗരസഭയിൽ കയറിയിറങ്ങിയിട്ടും നടപടിയാവാത്ത ഫയലുകൾ ബാക്കി നിൽക്കെ നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷകൾക്ക് മുൻഗണന നൽകുന്നത് ശരിയായ നടപടിയല്ലെന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ ആക്ഷേപിച്ചു. എല്ലാ അപേക്ഷകളും ഒരേ പ്രാധാന്യത്തോടെ പരിഗണിക്കണമെന്നും കൗൺസിലർമാർ പറഞ്ഞു. എന്തിനാ അങ്ങനെ ഒരു ജനകീയ ജനാധിപത്യ സമ്പ്രദായത്തിനകത്ത് ഗവൺമെന്റിന് നിർദ്ദേശിക്കേണ്ട എന്ന് ഞാൻ പറയില്ല. ഗവൺമെന്റിന് കിട്ടിയ പരാതികൾ നമ്മളെ എപ്പോഴും നിർദ്ദേശിക്കാനും നമ്മളെ ഉപദേശിക്കാനും ഒക്കെ ഭരിക്കുന്ന ഗവൺമെന്റിന് അവകാശമുണ്ട്. പക്ഷെ അത് നമ്മളുടെ കൗൺസിലിൽ എടുത്ത തീരുമാനങ്ങൾ, നമ്മൾ പറഞ്ഞ റോഡുകളൊക്കെ, വാട്സപ്പ പറഞ്ഞ റോഡൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ മുൻപ് അപേക്ഷിച്ച് തീർച്ചയായും കൊടുക്കാമെന്ന് പറഞ്ഞ വീടുകളൊക്കെ അവിടെ നിൽക്കട്ടെ, സ്ഥലമൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പൊ വന്ന കടലാസുകൾ മാത്രമാണ് നമുക്ക് പരിഹരിക്കാൻ കഴിയുക എന്ന് പറയുന്നതിൽ ഒരു തിരുത്ത് വേണം. നമുക്ക് നിലവിൽ നമ്മുടെ മുന്നിലുള്ള ഫയലുകളിൽ മാന്യമായ തീർപ്പുണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങൾ നമുക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് വർഷങ്ങളായിട്ട് വീട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകൾ, അർഹരായിട്ടുള്ള ആളുകൾ, മുഖ്യമന്ത്രി നടത്തിയ നവകേരള സദസ്സിൽ അപേക്ഷ കൊടുത്ത ആളുകളൊക്കെ തന്നെ ഈ പട്ടികയിൽ അപേക്ഷ കൊടുക്കാത്ത ആളുകളാണ്. നേരത്തെ അപേക്ഷ കൊടുത്ത ആളുകളൊക്കെ ഒരു വിശ്വാസം, ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നഗരസഭയുടെ ഭാഗത്തുനിന്ന് ഒരു വീട് ലഭിക്കും എന്നൊരു പ്രതീക്ഷയോട് സ്വപ്നം കണ്ടുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ വാടക വീടുകളിലും മറ്റു സ്ഥലങ്ങളിലും കുടുംബ വീടുകളിൽ തിങ്ങിപ്പാർക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് ഇപ്പോൾ കിട്ടിയ അപേക്ഷകൾ പരിഗണിക്കണ്ട എന്ന് ഒരിക്കലും നമ്മൾ പറയുന്നില്ല. നമ്മൾ പറയുന്നത് അവരെയും കൂടി അവരുടെ പരിഗണിക്കേണ്ട ആളുകൾ അവര് PMAY പ്രകാരം അപേക്ഷ കൊടുത്ത് അവരെയും കൂടി ഉൾപ്പെടുത്തുകയാണ് വേണ്ടത്. അല്ലാതെ നേരത്തെ കൊടുത്ത ആളുകളുടെ പ്രയോറിറ്റി മറികടക്കുന്നതിൽ നമ്മൾ ആ ആളുകളോട് ചെയ്യുന്ന തെറ്റാണ്, അവരോട് ചെയ്യുന്ന പാവമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വീടിന്റെ അപേക്ഷയോടൊപ്പം തന്നെ നമ്മുടെ നഗരസഭയിൽ തന്ന PMAY അപേക്ഷകളും കൂടെ പരിഗണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. പല ആളുകളും ഇപ്പോഴും അപേക്ഷ തന്ന ഇന്നേ വരെ ഒരു ഗഡു പോലും കിട്ടാത്ത, എഗ്രിമെന്റ് വെച്ച് ഇത്രയും മാസങ്ങളായിട്ടും ഒരു ഗഡു പോലും കിട്ടാത്ത ആൾക്കാർ ഇപ്പോഴും വാടകയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ്. അവരെ കൂടി പരിഗണിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. നവകേരള സദസ്സിൽ വന്ന പരാതികളും പരിഗണിക്കണം. പക്ഷെ ഇവിടെ വാർഡ് സഭ എന്ന് പറയുന്ന സംഭവം ഇങ്ങനെയുള്ളതാണ്. എല്ലാവരുടെയും ഈ പരാതികളും അപേക്ഷകളും ഒക്കെ സ്വീകരിക്കാനും പറയാനും വേണ്ടിയിട്ടല്ലേ 3 മാസം കൂടുമ്പോൾ നമ്മൾ വാർഡ് സഭ വെക്കുന്നുണ്ടല്ലോ. അല്ലാതെ ഇനിയിപ്പോൾ ഒരു നവകേരള സദസ്സ് ഇനി വരുമ്പോഴാണ് ഇനി ബാക്കിയുള്ള ഒരു പരാതി പറയാൻ കൊണ്ട് ഈ നവകേരള സദസ്സിൽ പറഞ്ഞ് മാത്രം പരിഗണിക്കുള്ളൂങ്കിൽ ഈ നവകേരള സദസ്സ് വർഷം ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 3 മാസം കൂടുന്ന സമയത്ത് ഈ പരാതികളൊക്കെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഈ വാർഡ് സഭ കൂടുന്നത്. അതിന് വന്ന പരാതികൾ ആദ്യം പരിഗണിക്കണം തന്നെയാണ് പറയാൻ. നവകേരള സദസ്സ് സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടിയാണെന്നും സർക്കാർ തലത്തിൽ നിന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാതിരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്ത പരിപാടിയിൽ ജനങ്ങൾ വളരെയധികം പ്രതീക്ഷയോടെ സമർപ്പിച്ച അപേക്ഷകൾ അതിൻ്റേതായ ഗൗരവത്തിൽ തന്നെ പരിഗണിക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. മറ്റു അപേക്ഷകൾ പരിഗണിക്കുന്നതിന് ഇത് തടസ്സമാകില്ലെന്നും ചെയർമാൻ പറഞ്ഞു. അവർക്ക് ഒരു പ്രതീക്ഷയോട് കൂടി ഒരു ഗവൺമെന്റിന് കൊടുത്ത അപേക്ഷയാണത്. അല്ല വെറുതെ കണ്ടില്ല, ഒരു പ്രതീക്ഷയോട് കൂടി മുഖ്യമന്ത്രി മന്ത്രിമാരും എന്നോടത്ത് ഒരു കൊടുത്ത അപേക്ഷയെ അതിൻ്റെ ഗൗരവം തന്നെ കാണും ഈ ഭരണസമിതി തർക്കമില്ല. അല്ലാതെ അതിനെ മറ്റൊന്നും പരിഗണിക്കില്ല എന്നവിടെ അർത്ഥമില്ല.
മറ്റ് ഇവിടെ തഹസിലിൽ നിൽക്കുന്ന മുരട്ടുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇവർക്ക് മാത്രമായി ഒരു DPR തയ്യാറാക്കാനും ആ DPR-ഉം ഈ അപേക്ഷകൾ പരിശോധിച്ച് ഗുണഭോക്തൃ പരിശോധിച്ച് ആ DPR-ന് പ്രത്യേക സഹായം സർക്കാർ വെച്ചാൽ നമുക്ക് സന്തോഷമായില്ലേ. അതിപ്പോൾ ആരെ ഇത് നവകേരള സദസ്സിൽ ഇതിലിപ്പോൾ അവർ രാഷ്ട്രീയം എന്താ അന്വേഷിക്കില്ല, അവർ വാടക അന്വേഷിക്കില്ല. ആളുകൾ വന്നു അവിടെ പരാതി കൊടുക്കേണ്ടതാണ്, ഇന്ത്യ ചെയ്തൊരു പരാതി ചിലത് എന്നുള്ള ചിലത് ശരിയാവില്ല. നല്ല വീട്ടിലുള്ളവരും ഉണ്ടായിരുന്നില്ല, നല്ല വീടൊക്കെയുള്ളവരും അതിൽ ഒരു പരാതി ഒരു വീട് കൂടി ആയത് ഇറക്കണമെന്നുണ്ടോ, ഒരു അപേക്ഷയെ കൊണ്ടു. അതുകൊണ്ട് അതിനെ ആ ഗൗരവത്തിൽ കാണുക, അല്ലാതെ ഒന്നും ഒഴിവാക്കുക. പിന്നുള്ളത് നഗരത്തിലെ വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രിക്കുന്നതിനും കൗൺസിലിൽ തീരുമാനമായി. നഗര നവീകരണം പൂർത്തിയാകുന്നതോടെ അനധികൃതമായി നഗരത്തിൻ്റെ പല ഭാഗങ്ങളിലും കണ്ടുവരുന്ന വഴിയോര കച്ചവടങ്ങൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കുമെന്നും നിശ്ചിത ഇടങ്ങളിൽ വഴിയോര കച്ചവടക്കാർക്ക് സൗകര്യമൊരുക്കുമെന്നും ചെയർമാൻ പറഞ്ഞു. റോഡ് പണിയാവുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം എവിടെ എത്താൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. അവർ നമ്മൾ ഈ പട്ടാമ്പി റോഡ് പണിയോട് കൂടി പൂരം കയറോട് കൂടി എന്താവും അവിടുത്തെ റോഡിൽ കാര്യം കഴിയും. അത് റോഡി അവിടെ ശ്രമപ്പെടുത്തി അവർക്ക് സ്ട്രീറ്റായിട്ട് 10, 25, 50 കച്ചവടക്കാർക്ക് ഒന്നിച്ചിരിക്കാവുന്ന സൗകര്യത്തിലുള്ള സ്ഥലം തയ്യാറാക്കി കൊടുക്കാനല്ലാതെ എല്ലാ റോഡ് സൈഡിലും ഒരു ലേശം ഗ്യാപ്പിട്ടിയാൽ അവിടെ ഇത് പൊന്തുന്ന ശീലം നമുക്ക് നിർത്തിയേ പറ്റൂ. അതിന് ഹെൽത്തിൻ്റെ ഭാഗത്ത് ശക്തമായ ഇടപെടൽ. വണ്ടി കാർഡ് കൊടുത്ത ആളുകൾ തൽക്കാലം എവിടെ ചരിക്കട്ടെ, കാർഡ് വാങ്ങിയ ആളുകൾ എവിടെ ചരിക്കട്ടെ, തൽക്കാലം ബാക്കി അനധികൃതമായിട്ട് ഇപ്പോൾ ഓരോ ദിവസവും റോഡിൻ്റെ സൈഡ് കാണുന്നതോടെയുള്ള കച്ചവട പണി അത് അനുവദിക്കാൻ പറ്റില്ല. മറ്റു കച്ചവടക്കാർക്കൂടെ ജീവിക്കണ്ടേ, അത് കച്ചവടക്കാരും. വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രണ വിധേയമാക്കുന്നതിനോടൊപ്പം നഗര നവീകരണത്തിലെ അശാസ്ത്രീയത കൂടി പരിഹരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് KM ഇസാഖ് ആവശ്യപ്പെട്ടു. പല സ്ഥലങ്ങളിലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ സ്ഥലമുണ്ടായിട്ടും ഇത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നില്ലെന്നും ഇസാഖ് ചൂണ്ടിക്കാട്ടി. എന്നാൽ നഗര നവീകരണവുമായി ബന്ധപ്പെട്ട് ആക്ഷേപമുണ്ടെങ്കിൽ പൂർണ്ണമായും പരിഹരിക്കുമെന്നും ഇതിനായി MLA-യുടെ നേതൃത്വത്തിൽ യോഗം ചേരുമെന്നും ചെയർമാൻ പറഞ്ഞു. സപ്ലിമെൻ്ററി അജണ്ടകൾ ഉൾപ്പെടെ 28 അജണ്ടകൾ യോഗത്തിൽ ചർച്ച ചെയ്തു. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരെ പൊരിവെയിലത്ത് നിർത്തുന്നതിൽ പ്രതിഷേധിച്ച് NCP-യുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. നഗരസഭാ അധികൃതർക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനെയും കോടതിയെയും സമീപിക്കുമെന്ന് സമരത്തിന് നേതൃത്വം നൽകിയ ബ്ലോക്ക് പ്രസിഡന്റ് സദക്കത്തുള്ള പടലത്ത് പറഞ്ഞു. ഒരു വിധത്തിലുള്ള ആസൂത്രണവും ഇല്ലാതെ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ മേൽക്കൂര പൊളിച്ചതിനാൽ യാത്രക്കാർ വെയിലത്താണ് ബസ് കാത്തു നിൽക്കുന്നത്. ബസ് സ്റ്റാൻഡിലെ പുതിയ കെട്ടിടത്തിനു മുൻവശത്ത് കാത്തിരിപ്പ് കേന്ദ്രം ഒരുക്കിയെങ്കിലും ബസ്സുകൾ പഴയ കാത്തിരിപ്പ് കേന്ദ്രത്തിന്റെ ഭാഗത്താണ് നിർത്തുന്നത്. ഇതുകാരണം യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നത് പഴയ കേന്ദ്രത്തിന്റെ ഭാഗത്താണ്. പുതിയ കാത്തിരിപ്പ് കേന്ദ്രത്തിനു മുൻപിൽ ബസ്സുകൾ നിർത്താതെ കാത്തിരിപ്പ് കേന്ദ്രം മാത്രം മാറ്റിയതുകൊണ്ട് ഒരു പ്രയോജനവുമില്ലാത്ത സ്ഥിതിയാണ്. രാവിലെ മുതൽ വൈകിട്ട് വരെ 100 കണക്കിന് യാത്രക്കാർ പൊരിവെയിലത്താണ് നിൽക്കുന്നത്. ഈ അനീതി തുടരാൻ അനുവദിക്കില്ലെന്നും ജനങ്ങളോട് അവകാശലംഘനമാണ് നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും NCP ബ്ലോക്ക് പ്രസിഡന്റ് സദക്കത്തുള്ള പടലത്ത് പറഞ്ഞു. ഭരണകൂട ഭീകരത എന്താണെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് ഒരു ഷെഡ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചിട്ട് ഈ കാണുന്ന ആളുകൾ മുഴുവൻ വെയിലത്ത് നിൽക്കുകയാണ്. പാവപ്പെട്ട കുട്ടികളെ, വൃദ്ധരെ, അങ്ങനെയുള്ള എല്ലാ തരം ആളുകളും ഇവിടെ വെയിലത്ത് നിർത്തുക. എന്തിനു വേണ്ടിയിട്ടാണ് ഈ മുനിസിപ്പാലിറ്റി ഇത് ചെയ്യുന്നത്? ഇവിടെയുള്ള ഷെഡ് ആരോട് ചോദിച്ചിട്ടാണ് പൊളിച്ചത്? ഈ പൊളിച്ച ഷെഡ് അപ്പുറത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞു, അത് പുതിയ ഷെഡാണ്. ഇതിൻ്റെ സാധനങ്ങളൊക്കെ എവിടെ കൊണ്ടുപോയി? അതെന്ത് ചെയ്തു? എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്? ഇവിടെ ബസ്സുകാർക്ക് ഇവിടുത്തെ ഷെഡ് പൊളിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഈ പരിഷ്കരണം ആവശ്യമില്ലാത്തതാണെന്ന് ബസ്സുകാർ യാത്രക്കാരും പറഞ്ഞു. പിന്നെ എന്തിനാണ് ഈ മുനിസിപ്പാലിറ്റി ഈ ആളുകളെ വെയിലത്ത് നിർത്തി സന്തോഷിക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം NCP നടത്തി. അതിൻ്റെ ഭാഗമായി താലൂക്ക് സഭയിൽ അവതരിപ്പിച്ചു. താലൂക്ക് സഭ ഐക്യകണ്ഠേന പറഞ്ഞു ഇത് ജനദ്രോഹ നടപടിയാണ്, ഇവിടെ ഷെഡ് കെട്ടണം എന്ന് പറഞ്ഞു. ആ താലൂക്ക് സഭയിലേക്ക് MLA-യും ചെയർമാനും വന്നില്ല. എന്നിട്ട് MLA-യും ചെയർമാനും ഇവിടെ വന്നിട്ടൊരു പ്രഹസനം പറഞ്ഞു, ഒരാഴ്ച കൊണ്ട് ഇത് ശരിയാക്കും, ഈ ജനങ്ങളുടെ പ്രശ്നം തീർക്കുന്നു. എന്നിട്ട് തീർത്തോ? ഇപ്പോഴും ആളുകൾ വെയിലത്ത് നിൽക്കുകയാണ്. ഈ MLA-ക്കും ചെയർമാനും ഇവിടെ ഇരുന്നാലറിയാം ഈ വെയിലിൻ്റെ ചൂടെന്താണെന്ന്. ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണോ പ്രിയപ്പെട്ടവരെ? ആളുകളൊന്നും മിണ്ടുന്നില്ല എന്ന് കരുതിയിട്ട് തലി കയറാൻ പറ്റുമോ? എനിക്ക് ജനങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊക്കെ ഇവിടെ പ്രതിഷേധമായിട്ട് ഇവിടെ വരണം. ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കണം. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എത്ര വെച്ചിട്ട് അത് പറയുക? ഇനി ഈ രീതിയിലാണ് തുടരുന്നതെങ്കിൽ ഞങ്ങൾ കൃത്യമായി പരാതി കോടതി കൊടുക്കും.
ഉള്ള ഷെഡ് പൊളിച്ച് പുതിയ ഷെഡ് ഉണ്ടാക്കുമ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നോക്കാണ്ട് ഇവിടെ എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആളുകൾ ഇവിടെ വന്നു നോക്കണം ജനങ്ങളുടെ പ്രശ്നം എന്താണെന്ന്. NC വിജയകുമാർ, കെ രാധാകൃഷ്ണൻ, കെ സക്കീർ, എം പ്രിൻസ്, ജോൺ, കെ നാസർ എന്നിവർ സമരത്തിൽ പങ്കെടുത്തു. യാത്രക്കാരിൽ നിന്ന് ഒപ്പുശേഖരണവും നടത്തി. വാട്സാപ്പ് വഴി പരിചയപ്പെട്ട് വീട്ടമ്മയെ ലൈംഗികമായി ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും നടത്തിയ യുവാവിനെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു. പട്ടാമ്പി ആമയൂർ സ്വദേശി മുഹമ്മദ് യാസിമിനെയാണ് അറസ്റ്റ് ചെയ്തത്. ആത്മീയ മേഖലകൾ ചർച്ച ചെയ്യുന്ന വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെ വീട്ടമ്മമാരെ പരിചയപ്പെട്ട് മോർഫ് ചെയ്ത ഫോട്ടോകളും വീഡിയോകളും ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തി ലൈംഗികമായും സാമ്പത്തികമായും മുഹമ്മദ് യാസിം ചൂഷണം ചെയ്തെന്ന് പോലീസ് പറഞ്ഞു. പെരിന്തൽമണ്ണ സ്വദേശിനിയുടെ പരാതി പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് കേസെടുത്ത് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. വാട്സാപ്പിലൂടെ പരിചയപ്പെടുന്ന സ്ത്രീകളെ ഭീഷണിപ്പെടുത്തി പണം തട്ടലായിരുന്നു പ്രതിയുടെ രീതി. കൂടുതൽ ഇരകൾ ഇതിൽ പെട്ടിട്ടുണ്ടെന്നാണ് പോലീസ് നിഗമനം. പെരിന്തൽമണ്ണ പോലീസ് ഇൻസ്പെക്ടർ എം പ്രേംജിത്ത്, സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ, ASI രേഖമോൾ, SCPO ഷിജു, CPOമാരായ സൽമാൻ പള്ളിയൽത്തൊടി, ജയേഷ് രാമപുരം എന്നിവരടങ്ങിയ അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പെരിന്തൽമണ്ണ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഒറ്റപ്പാലം പനമണ്ണയിൽ വയോധികയുടെ കണ്ണിൽ മുളകുപൊടി എറിഞ്ഞ് സ്വർണ്ണമാല മോഷ്ടിച്ച കേസിൽ 38കാരി അറസ്റ്റിൽ. പനമണ്ണ ചക്കുള്ളിപ്പറമ്പിൽ ഗീതയാണ് അറസ്റ്റിലായത്. പനമണ്ണ സ്വദേശിനി 79കാരിയായ ലക്ഷ്മിക്കുട്ടിയുടെ 1.5 പവൻ തൂക്കം വരുന്ന മാലയാണ് മോഷ്ടിക്കപ്പെട്ടത്. ജനുവരി 29 തിങ്കളാഴ്ച വൈകുന്നേരം 4:30ഓടെയാണ് സംഭവം നടന്നത്. ലക്ഷ്മിക്കുട്ടിയുടെ അയൽവാസിയുടെ വീട്ടിലെ ജോലിക്കാരിയായ ഗീത ജോലി കഴിഞ്ഞു പോകുന്ന വഴിയാണ് മോഷണം നടത്തിയത്. ലക്ഷ്മിക്കുട്ടി തനിച്ചായ സമയം ഗീത മുഖം മറച്ച് വീട്ടിലെത്തി കണ്ണിൽ മുളക് പൊടിയെറിഞ്ഞ് കഴുത്തിലെ മാല പൊട്ടിച്ച് രക്ഷപ്പെടുകയായിരുന്നു. മോഷണത്തിനു ശേഷം ഗീതയുടെ ചെരുപ്പും കയ്യിലുണ്ടായിരുന്ന കവറും ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തതാണ് പ്രതിയിലേക്ക് എത്തുന്നതിനായുള്ള പ്രധാന തെളിവുകളായതെന്ന് ഒറ്റപ്പാലം പോലീസ് പറഞ്ഞു. SHO എം സുജിത്ത്, SI KJ പ്രവീൺ, ASIമാരായ ലത, ശ്രുതി, SCPOമാരായ ജയരാജ്, സജിത്ത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. കഞ്ചാവ് വേട്ടയ്ക്ക് പോയി അട്ടപ്പാടി പുതൂർ വനത്തിൽ കുടുങ്ങിയ അഗളി DYSP ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തെ സുരക്ഷിതമായി തിരിച്ചെത്തിച്ചു. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തണ്ടർബോൾട്ട് അംഗങ്ങളും ചേർന്നാണ് ബുധനാഴ്ച രാവിലെയോടെ വനത്തിന് പുറത്ത് ഇവരെ എത്തിച്ചത്. വനത്തിൽ വൻ കഞ്ചാവ് തോട്ടമുണ്ടെന്ന വിവരത്തെ തുടർന്നാണ് അഗളി DYSP ജയകൃഷ്ണന്റെ നേതൃത്വത്തിൽ 14-അംഗ പോലീസ് സംഘം ചൊവ്വാഴ്ച വനത്തിലേക്ക് പോയത്. കഞ്ചാവ് തോട്ടങ്ങൾ വെട്ടി നശിപ്പിച്ച് വൈകിട്ടോടെ മടങ്ങുന്നതിനിടെയാണ് വഴി തെറ്റിയത്. രാത്രിയായതോടെ ദിശ തിരിച്ചറിയാതെ കാട്ടിൽ കുടുങ്ങുകയായിരുന്നു. മൊബൈൽ ഫോണിന് റേഞ്ചില്ലാത്തതും വിനയായി. പോലീസ് സംഘം കുടുങ്ങിയതറിഞ്ഞ് മണാർക്കാട് റേഞ്ച് ഓഫീസർ N സുബൈറിന്റെ നേതൃത്വത്തിലുള്ള RRT സംഘം ഉൾപ്പെടെ രാത്രി കാട്ടിൽ തിരച്ചിൽ നടത്തി. രാത്രി 11 മണിയോടെ വനപാലക സംഘം കാട്ടിൽ കുടുങ്ങിയ പോലീസ് സംഘത്തിന്റെ അടുത്തെത്തി. പോലീസ് സംഘം അവശരായതിനാൽ രാത്രി കാട്ടിൽ തന്നെ തങ്ങുകയായിരുന്നു. ബുധനാഴ്ച പുലർച്ചെയാണ് സംഘം തിരിച്ചെത്തിയത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഫെബ്രുവരി 2-ന് പാലക്കാട് ജില്ലയിൽ സ്വീകരണം നൽകും. രാവിലെ 10-ന് പാലക്കാടും വൈകിട്ട് 3-ന് പട്ടാമ്പിയിലുമാണ് സ്വീകരണം ഒരുക്കിയിരിക്കുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മാലിന്യ സംസ്കരണത്തിന്റെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കുന്ന അപ്രായോഗിക ഉത്തരവുകൾ പിൻവലിക്കുക, ഹരിതകർമ്മസേനയുടെ സേവനം ആവശ്യമുള്ളവരിൽ നിന്നു മാത്രം യൂസർ ഫീ ഈടാക്കുക, GSTയുടെ പേരിൽ വ്യാപാരികൾക്ക് ലക്ഷക്കണക്കിന് രൂപ പിഴ അടിച്ചേൽപ്പിക്കുന്ന നോട്ടീസുകൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി വ്യാപാര സംരക്ഷണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. കാസർഗോഡ് നിന്നും സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന ജാഥ ഫെബ്രുവരി 2-ന് വെള്ളിയാഴ്ച പാലക്കാട് ജില്ലയിൽ എത്തും. രാവിലെ 10 മണിക്ക് പാലക്കാട് കോട്ട മൈതാനിയിലും ഉച്ചയ്ക്ക് ശേഷം 3-ന് പട്ടാമ്പിയിലും ജാഥയ്ക്ക് സ്വീകരണം നൽകും. മണ്ണാർക്കാട്, ഒറ്റപ്പാലം, ഷൊർണൂർ, പട്ടാമ്പി, തൃത്താല നിയോജക മണ്ഡലങ്ങളുടെ സ്വീകരണമാണ് പട്ടാമ്പിയിൽ നടക്കുക. 72 യൂണിറ്റുകളിൽ നിന്നുള്ള പ്രവർത്തകർ സ്വീകരണത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബഹുജനങ്ങളുമായി ആശയ സംവാദം നടത്തിക്കൊണ്ടാണ് ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളതെന്നും നേതാക്കൾ പറഞ്ഞു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒരു സമരത്തിൻ്റെ
മുഖത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞങ്ങളിതിന് മുമ്പേ പ്രാദേശികമായിട്ടുള്ള മണ്ഡലം ഭാരവാഹികൾ നിങ്ങളെ പത്രസമ്മേളനം വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചു തന്നെയാണ്. അതേ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജാഥ 29-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. വ്യാപാര സംരക്ഷണ ജാഥ 13-ാം തീയതി തിരുവനന്തപുരത്ത് അവസാനിക്കും. ആ ജാഥ പാലക്കാട് ജില്ലയിൽ പ്രവേശിക്കുന്നത് 2-ാം തീയതിയാണ്, വെള്ളിയാഴ്ച. പാലക്കാട് ജില്ലയിൽ 2 കേന്ദ്രങ്ങളിലാണ് ജാഥയ്ക്ക് സ്വീകരണം നൽകുന്നത്. ഒന്നാമത്തെ കേന്ദ്രം പാലക്കാട് കോട്ടമൈതാനിയിൽ രാവിലെ 10 മണിക്ക്, രണ്ടാമത് 3 മണിക്ക് പട്ടാമ്പിയിലാണ് സ്വീകരണം നൽകുന്നത്. ഈ 2 സ്വീകരണങ്ങളും വളരെ വലിയ വ്യാപാരികളുടെ പങ്കാളിത്തത്തോടു കൂടി വിജയിപ്പിക്കാനാണ് ജില്ലാ കമ്മിറ്റി ആലോചിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഈ പട്ടാമ്പിയിലുള്ള സ്വീകരണം ഗംഭീരമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്നറിയിക്കാനും, പട്ടാമ്പിയിലെ യോഗ സ്ഥലത്തേക്ക് നിങ്ങൾ എല്ലാവരും എത്തിച്ചേരണം. ഞങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഞങ്ങൾ തന്നിട്ടുണ്ട്. അത്തരം ആവശ്യങ്ങളൊക്കെ വർഗങ്ങളുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാരുടെയും ഒക്കെ പൊതുജനങ്ങളുടെയും മുമ്പിലേക്ക്. ലൈസൻസിന് പുതിയ നിലപാടുകൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് വ്യാപാര മേഖലയെ തകർക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ പറഞ്ഞു. ഓരോ വ്യാപാരിയും 10-100 സ്ക്വയർ ഫീറ്റിൽ മാത്രം കച്ചവടം ചെയ്യുന്ന ചെറുകിട വ്യാപാരികൾ പോലും മാലിന്യ സംസ്കരണത്തിന് ആവശ്യമായ, അതുപോലെ ശൗചാലയം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണം. അങ്ങനെ ഒരുക്കാത്ത സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് അനുവദിക്കുന്നില്ല എന്നതാണ് ഇപ്പോഴത്തെ പുതിയ സാഹചര്യം. ഒരു വ്യാപാര സ്ഥാപനത്തിൻ്റെ മുന്നിൽ 2 ബിന്നുകൾ സ്ഥാപിച്ച് ആ ബിന്നിൽ പൊതുജനങ്ങൾക്ക് പോലും മാലിന്യം കൊടുന്ന് നിക്ഷേപിക്കാവുന്ന നിയമവ്യവസ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത്. 2 ബിന്നുകളിൽ ഒന്ന് ജൈവമാലിന്യം, ഒന്ന് അജൈവ മാലിന്യം എന്ന് സ്റ്റിക്കർ ഒട്ടിച്ച് ആ ബിന്നിനകത്തുണ്ടാകുന്ന വേസ്റ്റ് ഓരോ ദിവസവും വ്യാപാര സ്ഥാപനത്തിൽ കെട്ടി സൂക്ഷിച്ച് ഹരിതകർമ്മസേനയുടെ ആളുകൾ വരുമ്പോൾ അവരെ ഏൽപ്പിക്കുന്ന ദൗത്യമാണ് വ്യാപാരികളെ. ഫെബ്രുവരി 13-ന് തിരുവനന്തപുരത്താണ് ജാഥ സമാപിക്കുക. അന്ന് മുഴുവൻ കടകളും അടച്ചിടുമെന്നും പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി 5 ലക്ഷം വ്യാപാരികൾ ഒപ്പിട്ട നിവേദനം മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും നേതാക്കൾ പറഞ്ഞു. ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ്, വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ്, ഭാരവാഹികളായ മൊയ്തു ഓങ്ങല്ലൂർ, റസാഖ് ശങ്കരമംഗലം, സിദ്ദീഖ് പത്രാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയുടെ പ്രചരണാർത്ഥം വല്ലപ്പുഴ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. വ്യാപാരികളെ ദ്രോഹിക്കുന്ന സർക്കാർ നയങ്ങൾ തിരുത്തണമെന്ന് ആവശ്യപ്പെട്ട് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര ജാഥയ്ക്ക് ഫെബ്രുവരി 2-ന് പട്ടാമ്പിയിൽ സ്വീകരണം നൽകുന്നതിൻ്റെ ഭാഗമായാണ് വല്ലപ്പുഴ യൂണിറ്റ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. സ്വീകരണം വിജയിപ്പിക്കാൻ കൺവെൻഷൻ തീരുമാനിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുളയങ്കാവ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഇന്നലെ രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യപ്പെട്ട് 3 മണിക്ക് നീലേശ്വരത്ത് അതിഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങി, വൈകിട്ട് 6 മണിക്ക് പയ്യന്നൂരിലും അതിഗംഭീരമായ സ്വീകരണം ഏറ്റുവാങ്ങി. ഇന്നത് കണ്ണൂർ ജില്ലയുടെ മറ്റ് പ്രദേശങ്ങളിലെ സ്വീകരണം ഇന്ന് നടക്കുക. യൂണിറ്റ് പ്രസിഡന്റ് സി കെ ഉബൈദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി MPM മുസ്തഫ, മണ്ഡലം ജനറൽ സെക്രട്ടറി PK റസാഖ്, യൂണിറ്റ് ജനറൽ സെക്രട്ടറി മുജീബ് ആലിക്കൽ, യൂണിറ്റ് ട്രഷറർ സലീം പാറയ്ക്കൽ, യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് ഖാലിദ് ടി എന്നിവർ സംസാരിച്ചു. നേതൃപാടവവും മൂല്യബോധവുമുള്ള വിദ്യാർത്ഥികളെ വാർത്തെടുക്കാനായി പെരിന്തൽമണ്ണയിൽ NSS വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കി വരുന്ന ക്രിയാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് NSS വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. പെരിന്തൽമണ്ണ നജീബ് കാന്തപുരം MLAയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ക്രിയാ വിദ്യാഭ്യാസ പദ്ധതിയും മുദ്ര എഡ്യൂക്കേഷണൽ ആൻഡ് ചാരിറ്റബിൾ ഫൗണ്ടേഷനും സംയുക്തമായി സംഘടിപ്പിച്ച NSS വിദ്യാർത്ഥി സംഗമം ശ്രദ്ധേയമായി. നേതൃപാഠവും മൂല്യബോധവുമുള്ള യുവസമൂഹത്തെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചത്. തെരഞ്ഞെടുക്കപ്പെട്ട 14 സ്കൂളുകളിൽ നിന്നുള്ള 700ഓളം NSS വളണ്ടിയർമാർ സംഗമത്തിൽ പങ്കെടുത്തു. ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന സംഗമം നജീബ് കാന്തപുരം MLA ഉദ്ഘാടനം ചെയ്തു.
ഈ ഹാളിൽ നിറഞ്ഞു നിൽക്കുന്ന 1000 കുട്ടികൾ ഈ നിയോജക മണ്ഡലത്തിലെ 10,000 കുട്ടികളുടെ പ്രതിനിധികളാണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഈ ചടങ്ങിലേക്ക് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒന്നാമത്തെ കാരണം യു ആർ ദ റിയൽ ലീഡേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസേഴ്സ് എന്ന തിരിച്ചറിവോടുകൂടിയാണ്. ആം ഐ കറക്റ്റ്? നിങ്ങളാണ് നേതാക്കൾ. നിങ്ങൾ ഈ നാടിൻ്റെ നേതാക്കളാണ്. ഈ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളാണ്. ഈ നാടിൻ്റെ ഭാവി നിശ്ചയിക്കുന്നതിൽ ഏറ്റവും സുപ്രധാനമായ പങ്കുവഹിക്കാൻ കഴിവുള്ളവരാണ്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിയും 10,000 കുട്ടികൾക്കിടയിലെ സ്വാധീന ശേഷിയുള്ള നക്ഷത്രങ്ങളാണ്. താരതിലക്കത്തോടെയാണ് നിങ്ങളെ ഞങ്ങൾ ഹൃദയപൂർവ്വം വരവേൽക്കുന്നത്. നമ്മുടെ പുതിയ യൗവനം, പുതിയ കൗമാരം, അവർ ആശയസമ്പുഷ്ടമായ ഒരു കാലത്തെ പ്രതിനിധാനം ചെയ്യേണ്ടതുണ്ട്. NSS വളണ്ടിയർമാരിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ രൂപീകരിച്ചു. സാമൂഹിക പ്രശ്നങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടുക, പൗരബോധം വളർത്തുക, സാമൂഹിക മൂല്യങ്ങൾക്കായി നിലകൊള്ളുക, അവശരുടെ അത്താണിയാകുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രാപ്തരായ നേതൃനിരയെ വളർത്തിയെടുക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിനായി തുടർച്ചയായ ഇടവേളകളിൽ പ്രഗത്ഭരായ പരിശീലകരുടെ ശില്പശാലകളും ക്ലാസുകളും വിദ്യാർത്ഥികൾക്ക് നൽകും. ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് IAS മുഖ്യാതിഥിയായിരുന്നു. ഒരുപക്ഷെ നമ്മുടെ പലയിടത്തും ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള പലരുമുണ്ടെങ്കിൽ നമ്മുടെ മാൻപവർ ഇവിടെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൂടുതൽ സ്റ്റാർട്ടപ്പുകളും ഒക്കെ നമ്മുടെ പ്രദേശത്ത് വരുന്നില്ല? അതെന്തായിരിക്കും കാരണം? ഇത് നമ്മൾ ഓരോ വിദ്യാർത്ഥികളും ആലോചിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മളോടൊപ്പമുള്ളവരുടെ പ്രശ്നങ്ങൾ, ഡിഫറൻ്റ്ലി ഏബിൾഡായിട്ടുള്ള പ്രശ്നങ്ങളുടെ പ്രശ്നമുണ്ട്, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ പ്രശ്നമുണ്ട്, എക്കണോമിക്കലി ബാക്ക്വേർഡായിട്ടുള്ള പ്രശ്നമുണ്ട്, അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ പ്രശ്നമുണ്ട്, ഇക്കണോമിക് ഡിസ്പാരിറ്റീസ് ഉണ്ട്. ഇതെല്ലാം പരിഹരിക്കുന്നതിന് ഒരു പൊട്ടൻഷ്യലുള്ളവരാണ് നമ്മളെല്ലാം. ഇവിടെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ പറയുന്നത് പോലെ മനുഷ്യൻ്റെ ഒരു പ്രത്യേകതയാണ് ഏത് മേഖലയിൽ എത്തിച്ചേരണമെന്ന് നമ്മൾ വിചാരിച്ചാൽ അവിടെ എത്തിച്ചേരാം. പ്രഭാഷകനും എഴുത്തുകാരനുമായ PMA ഗഫൂർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. സ്കൂളിൽ NSS യൂണിറ്റുകൾക്ക് നേതൃത്വം നൽകുന്ന പ്രോഗ്രാം ഓഫീസർമാരെ ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. ഡോക്ടർ ബിലാൽ എഡ്യൂപോർട്ട് വിഷയാവതരണം നടത്തി. പ്രസന്റേഷൻ സ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ GG അധ്യക്ഷത വഹിച്ചു. വെട്ടത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ NSS പ്രോഗ്രാം ഓഫീസർ MS രാജേഷ്, PT സക്കീർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രബീന ഹബീബ്, AK നാസർ, CT നൌഷാദ് അലി, ഹാജറുമ്മ, ഷിബു ചെറിയാൻ, P സുബൈർ, ജാഫർ അമ്മിനിക്കാട്, അധ്യാപകരായ ഷെബീർ, മുസ്തഫ, മുഹമ്മദ്, അൻവർ, റബീഹത്ത്, മുഹമ്മദ് അമീൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് വ്യാജ ടാക്സി സർവീസിനെതിരെ നടപടി ആവശ്യപ്പെട്ട് ടാക്സി ഡ്രൈവർമാരുടെ സംഘടനയായ കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ രംഗത്ത്. പലതവണ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മണ്ണാർക്കാട് നഗരവും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ച് വ്യാജ ടാക്സി സർവീസ് വ്യാപകമാണ്. വൻതുക ഇൻഷുറൻസും ടാക്സും അടച്ച് സർവീസ് നടത്തുന്ന ടാക്സി ജീവനക്കാരെ നോക്കുകുത്തിയാക്കി സ്വകാര്യ വാഹനങ്ങൾ ടാക്സിയായി ഓടുകയാണ്. നൂറുകണക്കിന് ടാക്സി ജീവനക്കാരുടെ വരുമാനം നിലച്ച സാഹചര്യമാണുള്ളത്. പലരും ആത്മഹത്യയുടെ വക്കിലാണ്. പോലീസിലും RTOയിലും പരാതി നൽകിയെങ്കിലും പരിഹാരമില്ല. പോലീസ് പോലും സ്വകാര്യ വാഹനങ്ങൾ വിളിക്കുന്നുണ്ട്. ഈ നില തുടർന്നാൽ റോഡിലിറങ്ങി തടയുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. 2021 തിരഞ്ഞെടുപ്പ് ജോലിക്ക് ഓടിയ വാഹനങ്ങൾക്ക് നൽകാനുള്ള വാടക ഇതുവരെ ലഭിച്ചിട്ടില്ല. വിവിധ മന്ത്രിമാർ, മുഖ്യമന്ത്രി എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമില്ല. അവസാനം നവകേരള സദസ്സിൽ പരാതി നൽകിയെങ്കിലും ട്രഷറിയിൽ പണം എത്തുന്ന മുറയ്ക്ക് കുടിശ്ശിക നൽകുമെന്ന പഴയ മറുപടിയാണ് ലഭിച്ചത്. GPRS റീചാർജ് തുക മറ്റ് മേഖലകളെ അപേക്ഷിച്ച് 3 ഇരട്ടിയാണ് മണ്ണാർക്കാട് ഈടാക്കുന്നത്. ഈ അംഗീകൃത ഏജൻസി മാത്രമാണ്. ഒരു അംഗീകൃത ഏജൻസി മാത്രമാണ് GPRS സൗകര്യത്തിനുള്ളത്. മറ്റ് സ്ഥലങ്ങളിൽ 3-4 ഏജൻസികൾ ഉള്ളതിനാൽ ചാർജ് കുറവാണ്. ഇതിന് പരിഹാരം കാണണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കാറുകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ജോയിന്റ് RTOയിൽ നിരന്തരം കംപ്ലൈൻറ്റ് കൊടുക്കുന്നുണ്ട്. ഇതുവരെ മണ്ണാർക്കാട് ജോയിന്റ് RTO
എതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഇന്ന് രാവിലെ പോലും ഞങ്ങൾ അതിനെതിരെ ഒരു കംപ്ലൈൻറ്റുമായിട്ട് ജോയിൻ്റ് RTO സമീപിച്ചിട്ടുണ്ട്. നല്ലൊരു നിലപാടാണ് അദ്ദേഹം എടുത്തിട്ടുള്ള, പുതിയ ഒരാളാണ്. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ടാക്സി മേഖലയിലെ ഏറ്റവും പ്രതിസന്ധി നേരിടുന്ന GPS റീചാർജ്. വർഷാവർഷം 3000 രൂപയാണ് റീചാർജിന് വരുന്നത്. അത് നിലവിൽ ഞങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ 1000 രൂപയുടെ ഉള്ളിലുള്ള റീചാർജിന് വരുന്നത്. അത് മണ്ണാർക്കാട് മാത്രം ഏകദേശം ഒരു 3000 രൂപ GPS-ന് വാങ്ങുന്നുണ്ട്. അതൊരൊറ്റ റീചാർജിൻ്റെ ഒരു കമ്പനി മാത്രമേ ഉള്ളൂ മണ്ണാർക്കാട് RTOൻ്റെ കീഴിൽ. അത് കാരണം ഒരു കൊള്ളലാഭമാണ് നമ്മുടെ ടാക്സി മേഖലയിൽ നിന്ന് എടുക്കണമെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു നടപടി നമ്മുടെ RTOൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ നിരവധി കംപ്ലൈൻറ്റുകളൊക്കെ അതിനെതിരെയും കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2021 ഓടിയ ഇലക്ഷൻ്റെ വാടക ഇനി ഞങ്ങൾ പോകാത്ത ഇടങ്ങളില്ല. മന്ത്രിതലം മുതൽ നവകേരള സദസ്സിൽ വരെ കംപ്ലൈൻറ്റ് കൊടുത്തതാണ്. ഇതുവരെ അതിന് ഒരു അദാലത്തിന് വിളിച്ചപ്പോൾ ലാസ്റ്റ് SP ഓഫീസിൽ അതും ഒരു കൃത്യമായ മറുപടിയല്ല കിട്ടിയത്. ട്രഷറിയിൽ പൈസ വന്ന ഉടനെ ഞങ്ങൾക്കത് തിരിച്ചു കിട്ടും എന്നുള്ളൊരു വിവരം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. ഇതുവരെ അതിന് കൃത്യമായൊരു മറുപടി ഒരു ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി ഞങ്ങൾ ഒരു ആത്മഹത്യയുടെ വക്കീലാണ്. ഞങ്ങൾ സംഘടനയും അതുപോലെ ഞങ്ങളെ ടാക്സി മേഖലയും കൊണ്ടെടുക്കണമെങ്കിൽ ഞങ്ങളൊരു ആത്മഹത്യയുടെ വക്കീലാണ്. അപ്പോൾ അതിന് കർശനമായൊരു നിലപാട്. പി സിറാജ്, നന്ദകുമാർ, കെ ഹിസാഖ്, കെ മുഹമ്മദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പാലക്കാട് വെച്ച് നടക്കുന്ന BMS 20ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഷൊർണൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചാരണ വിളംബര ജാഥയ്ക്ക് വാണിയംകുളം മനുശ്ശേരിയിൽ സ്വീകരണം നൽകി. പരിപാടി BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 9, 10, 11 തീയതികളിൽ പാലക്കാട് വെച്ച് നടക്കുന്ന BMS 20ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഷൊർണൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച വാഹന പ്രചരണ വിളംബര ജാഥയ്ക്കാണ് വാണിയംകുളം മനുശ്ശേരിയിൽ സ്വീകരണം നൽകിയത്. പരിപാടി BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് RK അഭിലാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം C മധുസൂദനൻ മുഖ്യപ്രഭാഷണം നടത്തി. മനോജ് ഷൊർണൂർ, വിജയൻ, സോമസുന്ദരൻ, ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ രോഗി ബന്ധു സംഗമം വിവിധ പരിപാടികളോടെ നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു. ഓരോ വർഷവും 17 ലക്ഷം രൂപയാണ് ഗ്രാമപഞ്ചായത്ത് പാലിയേറ്റീവ് രോഗികൾക്കായി നീക്കിവെക്കുന്നത്. അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ 454 പാലിയേറ്റീവ് രോഗികളുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെയും സംഗമമാണ് ചൊവ്വാഴ്ച നടന്നത്. അലനല്ലൂരിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ വിവിധ കലാപരിപാടികളും ഉണ്ടായി. രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും കലാപരിപാടികൾ അവതരിപ്പിച്ചു. രോഗിബന്ധു സംഗമം അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സജന സത്താർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ആയിഷ ബി ആറാട്ടുതോടി അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ K റംലത്ത്, MK ബക്കർ, M ജിഷ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K ഹംസ, P ഷൗക്കത്ത് അലി, P മുസ്തഫ, P ഷമ്മർ, ബഷീർ പടുകുണ്ടിൽ, P രഞ്ജിത്ത്, അനിത വിത്തനോട്ടിൽ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു. മരുന്ന്, നഴ്സിംഗ് സേവനം, ഹോം കെയർ വാഹന വാടക, കിഡ്നി രോഗികൾക്കുള്ള കിറ്റ് തുടങ്ങി പാലിറ്റീവ് രോഗികൾക്കായി വർഷം തോറും 17 ലക്ഷം രൂപ വിവിധ പദ്ധതികളിൽ നിന്നായി നീക്കിവെക്കാറുണ്ട്. മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമയുടെ അനാച്ഛാദനവും ഗാന്ധി സ്മൃതിയിടത്തിന്റെ ഉദ്ഘാടനവും മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ശാസ്തകുമാർ അധ്യക്ഷനായി. P സുബ്രഹ്മണ്യൻ, K രാമചന്ദ്രൻ, P ബാലകൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെ ചടങ്ങിൽ ആദരിച്ചു. തെറ്റായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. വർഗീയമായിട്ടുള്ള
ചിന്തകളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളും അതിൻ്റെ കൂടി ആളുകളെ സംഘടിപ്പിച്ച് ആളുകളെ പരസ്പരം ഏറ്റുമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തിയായിട്ടുള്ള പ്രവർത്തനം നടക്കും. അതിൻ്റെ പേര് അന്വേഷിച്ച് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ചെറിയ ഇടവേള കൂടി. വാർത്തകളിലേക്ക് തിരികെ വരാം. UAE-യിൽ നടന്ന മിസ്റ്റർ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പെരിന്തൽമണ്ണ ജൂബിലി റോഡ് സ്വദേശി ഷെഫീഖ് ചേനാടൻ ചാമ്പ്യനായി. ഹെവി കാറ്റഗറി മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ 3 ഇനങ്ങളിൽ ഷെഫീഖ് 1ാം സ്ഥാനം നേടി. മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ ഏഷ്യ, മിസ്റ്റർ UAE ഇൻ്റർനാഷണൽ ബോഡി ബിൽഡർ എന്നീ സ്ഥാനങ്ങൾ ഷെഫീഖ് മുമ്പ് കരസ്ഥമാക്കിയിട്ടുണ്ട്. %% റോ പവർ ലിഫ്റ്റിംഗ് ഫെഡറേഷൻ USA INC-യുടെയും ഏഷ്യൻ ബോഡി ബിൽഡിംഗ് ഫെഡറേഷൻ്റെയും ആഭിമുഖ്യത്തിലാണ് ദുബായിൽ ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത പെരിന്തൽമണ്ണ ജൂബിലി റോഡ് സ്വദേശി ഷെഫീഖ് ചേനാടൻ 3 ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടി മിന്നും പ്രകടനം കാഴ്ചവെച്ചു. ഹെവി കാറ്റഗറി മാസ്റ്റേഴ്സ് വിഭാഗത്തിൽ ബാർബെൽ ബെനച്ച്, ഡെഡ് ലിഫ്റ്റ്, ബീപ്സ് കേൾ എന്നീ ഇനങ്ങളിലാണ് ഷെഫീഖ് ചേനാടൻ 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. മുൻ മിസ്റ്റർ ഇന്ത്യയും മുൻ മിസ്റ്റർ ഏഷ്യയുമാണ് ഷെഫീഖ് ചേനാടൻ. മിസ്റ്റർ UAE ഇൻ്റർനാഷണൽ ബോഡി ബിൽഡർ സ്ഥാനവും മുമ്പ് നേടിയിട്ടുണ്ട്. ദുബായിൽ ജിംനേഷ്യ ക്ലബ്ബുകളും ബിസിനസ്സും നടത്തുകയാണ് ഷെഫീഖ് ചേനാടൻ. കടമ്പളിപ്പുറം കണ്ണുകുരിശി നാലുശ്ശേരി ഭഗവതി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിന ഉത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്നുവന്ന പരിപാടികളാണ് സമാപിച്ചത്. സമാപന ദിവസമായ ചൊവ്വാഴ്ച രാത്രി പഞ്ചാരിമേളം അരങ്ങേറി. തുടർന്ന് പെരിങ്ങോട്ട് കൂട്ടുകാർ അവതരിപ്പിച്ച ഭക്തിഗാന സുധയും ഉണ്ടായി. कृष्ण पाहि मां कृष्ण पाहि मां कृष्ण कृष्ण पाहि मां कृष्ण पाहि मां कृष्ण कृष्ण पाहि मां कृष्ण पाहि मां മഞ്ചേരി സ്റ്റേഷനിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന ശ്രീകൃഷ്ണപുരം CI KM ഭിനീഷിന് ശ്രീകൃഷ്ണപുരം മീഡിയ സെന്റർ യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് C ഉണ്ണികൃഷ്ണൻ പൊന്നാട അണിയിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ C ഗോപാലകൃഷ്ണൻ മൊമെന്റോ നൽകി. സെക്രട്ടറി രജേഷ് കടമ്പളിപ്പുറം, ട്രഷറർ PM പ്രേംജിത്ത്, അരുൺകുമാർ മോഹനവാര്യർ, ശ്രീരാജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്താണ്. കാരണം ഒരു പ്ലാനിങ് ലേഖനം 4 മണിക്ക് 3 മണിക്ക് പറഞ്ഞാണ് ഞാൻ തന്നെ എന്നാലും വിളിച്ചിട്ട് പറഞ്ഞ് 4 മണിയാകുമ്പോഴേക്ക് പോകണം എന്ന് പറയുന്നു. അപ്പോഴേക്കും നിങ്ങളിങ്ങനെ പരിപാടി ഒരു മൊബൈൽ തയ്യാറാക്കി തന്നതിൽ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നേരത്തെ അവർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മളിവിടെ സ്റ്റേഷനിൽ വന്ന സമയത്ത് ഈ ഏരിയയുടെ പ്രത്യേകതയാണ് നമ്മൾ ഒന്നാമത് വേറെ പ്രത്യേകിച്ച് കച്ചറയോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ, പിന്നെ ഇവിടുത്തെ ഒരു വള്ളുവനാടൻ ആംബിയൻസ്, പിന്നെ നമ്മുടെ സ്റ്റേഷനിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയായിട്ടുള്ള സാഹചര്യം. ഇപ്പോൾ മറ്റേ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങളോ മറ്റു കാര്യങ്ങളൊന്നും അങ്ങനെ സീരിയസ് ആയ പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ എല്ലാവരും നല്ല ജനങ്ങളും നല്ല രീതിയിലുള്ള ജനങ്ങളാണ്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ വെച്ച് നടന്ന നാഷണൽ സാംബോ ചാമ്പ്യൻഷിപ്പിൽ നെല്ലായ പൊട്ടച്ചിറ MTI സെൻട്രൽ സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് വെങ്കലം. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിദ ഫാത്തിമയ്ക്കും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സഫിയ ഫത്തൂമിനുമാണ് വെങ്കലം ലഭിച്ചത്. ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ വിദ്യാർത്ഥികൾക്ക് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ വൈസ് പ്രിൻസിപ്പാൾ, സ്കൂൾ മാനേജർ, അധ്യാപകർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. 16 വിദ്യാർത്ഥികളാണ് MTI സെൻട്രൽ സ്കൂളിൽ നിന്ന് സാംബോ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തത്. കോച്ച് മുഹമ്മദ് അലിയുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകിയത്.
ബോക്സിംഗ് പോലെ നമ്മൾ ജൂഡോ പോലെയൊക്കെ റസ്ലിംഗ് പോലെയൊക്കെ തന്നെ നമ്മുടെ ത്രോ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഗെയിം, ഒരു ആർട്ടാണ്. പിന്നെ കംബോഡിയൻ മാർഷൽ ആർട്സിൽ വരുന്നതാണ് കുൻ ബൊക്ടർ, അതേപോലെ തന്നെ ജുജുത്സു, സാംബോ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾ ശരിക്കും പഠിച്ചിരിക്കേണ്ട ഒരു ആയോധന കല തന്നെയാണ്. അപ്പോൾ കരാട്ടയ്ക്കൊക്കെ ഒരു ഡിഫൻസ് നമ്മുടെ ഒരു സെമി കോണ്ടാക്റ്റിൽ വരുമ്പോൾ സാംബോ ഗെയിമിൻ്റെ പ്രത്യേകത ഫുൾ കോണ്ടാക്റ്റാണ്. ഫുൾ കോണ്ടാക്റ്റ് ഒരാൾ ശരിക്കും നമ്മളെ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരാളെ എങ്ങനെയാണോ കീഴ്പ്പെടുത്തുക, ഒരു മൽപ്പിടുത്തം ശരിയായ രീതിയിൽ ഒരാളെ കീഴ്പ്പെടുത്തി നമ്മൾ അയാളെ ത്രോ ചെയ്ത് അയാൾക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അയാളെ നമ്മൾ അടക്കി പിടിച്ച് നിർത്തുക എന്നുള്ളതാണ് ഈ ഗെയിമിലെ ആശയം. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് റിലീസാകുക, തിരിച്ച് മറ്റേയാളെ തിരിച്ച് നമ്മൾ കീഴ്പ്പെടുത്തുക, അതാണ് ഈ ഗെയിം. അപ്പോൾ ശരിക്കും നമുക്ക് റിയലായിട്ട് തന്നെ ഒരു ഫൈറ്റിംഗ് സാഹചര്യം വരുമ്പോൾ എങ്ങനെ അതിനെ നമുക്ക് നേരിടാൻ കഴിയും എന്നുള്ള അതിൻ്റെ ഒരു ശരിക്കുള്ളൊരു ട്രെയിനിങ് സാംബോ പരിശീലിക്കുന്നതിലൂടെ കിട്ടും. ഇപ്പോൾ ഈ കേരള ടീമിൽ നിന്ന് വ്യത്യസ്ത ജില്ലകളിൽ നിന്ന് പോയിട്ട് ഏറ്റവും കൂടുതൽ 14ഓളം മെഡലുകളാണ് നമുക്ക് ISKക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ 14 മെഡലുകളിൽ നമുക്ക് 2 ഗോൾഡ് മെഡലും 3 സിൽവർ മെഡലും ബാക്കി വരുന്ന മെഡലുകളൊക്കെ ബ്രോൺസ് മെഡലുകളാണ്. എന്തായാലും നമ്മുടെ കുട്ടികൾ വളരെ നല്ല പെർഫോമൻസിന് വളരെ ചുരുങ്ങിയ കാലം നമ്മുടെ കേരളത്തിൽ വന്ന്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊപ്പം ഗ്രാമപഞ്ചായത്ത് ഭരണം UDFന് നഷ്ടമായി. കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയിൽ CPM കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. കോൺഗ്രസിലെ EK ഷഫീഖാണ് CPMനൊപ്പം നിന്നത്. UDF RSS കൂട്ടുകെട്ടിനെതിരെ നടത്തിയ പോരാട്ടമെന്ന CPM. സാമ്പത്തിക സ്വാധീനത്താലാണ് അവിശ്വാസം വിജയിച്ചതെന്ന് UDF. അട്ടപ്പാടിയിൽ യുവതിയും സുഹൃത്തും കൊല്ലപ്പെട്ട കേസിൽ ഭർത്താവിന് ജീവപര്യന്തം തടവും 1 ലക്ഷം രൂപ പിഴയും. കൊല്ലപ്പെട്ട മല്ലിയുടെ ഭർത്താവ് നന്ദനാണ് മണ്ണാർക്കാട് പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. നവകേരള സദസ്സിൽ ലഭിച്ച പരാതികൾക്ക് മുൻഗണന നൽകുന്നതിനെതിരെ ചെർപ്പശ്ശേരി നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷം. എല്ലാ പരാതികളും ഒരേപോലെ പരിഗണിക്കണമെന്ന് കൗൺസിലർമാർ. നഗര നവീകരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ആവശ്യം. വാട്സാപ്പ് വഴി പരിചയപ്പെട്ട് വീട്ടമ്മയെ ലൈംഗിക ചൂഷണവും സാമ്പത്തിക തട്ടിപ്പും നടത്തിയ യുവാവ് പെരിന്തൽമണ്ണയിൽ അറസ്റ്റിൽ. പട്ടാമ്പി ആമയൂർ സ്വദേശി മുഹമ്മദ് യാസിമാണ് അറസ്റ്റിലായത്. വയോധികയുടെ കണ്ണിൽ മുളക് പൊടിയെറിഞ്ഞ് മാല കവർന്ന കേസിൽ 38-കാരി ഒറ്റപ്പാലത്ത് അറസ്റ്റ്. മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിൽ യാത്രക്കാർ നേരിടുന്ന ദുരിതം. NCP കുത്തിയിരിപ്പ് സമരം നടത്തി. നഗരസഭയ്ക്കെതിരെ മനുഷ്യാവകാശ കമ്മീഷനെയും കോടതിയെയും സമീപിക്കുമെന്ന് നേതാക്കൾ. സർക്കാരിൻ്റേത് വ്യാപാരികളെ ദ്രോഹിക്കുന്ന നയമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ ജാഥയ്ക്ക് ഫെബ്രുവരി 2-ന് പാലക്കാട്ടും പട്ടാമ്പിയിലും സ്വീകരണം നൽകും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.